Genesis chapter 4 verses 1 to 8. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 1 മുതൽ 8 വരെ. Now Adam knew Eve his wife, and she conceived and bore Cain, saying, I have gotten a man with the help of the Lord. ആദം തന്റെ ഭാര്യയായ ഹവ്വയോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. And again she bore his brother Abel. Now Abel was a keeper of sheep, and Cain a tiller of the ground. പിന്നീട് അവൾ കായീന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായിരുന്നു. In the course of time, Cain brought to the Lord an offering of the fruit of the ground. ഒരിക്കൽ കായീൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. And Abel brought of the firstlings of his flock and of their fat portions. And the Lord had regard for Abel and his offering. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. But for Cain and his offering he had no regard. So Cain was very angry, and his countenance fell. എന്നാൽ കായീനിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായീനെ അത്യധികം കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. The Lord said to Cain, Why are you angry, and why has your countenance fallen? കർത്താവ് കായീനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നതെന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്തുകൊണ്ട്? If you do well, will you not be accepted? And if you do not do well, sin is crouching at the door. Its desire is for you, but you must master it. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താൽപര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. Cain said to Abel, his brother, Let us go out to the field. And when they were in the field, Cain rose up against his brother Abel and killed him. ഒരു ദിവസം കായീൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായീൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു.